നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ നീക്കം ചെയ്ത സംഭവത്തിൽ ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയായ മെറ്റ നൽകിയ ക്ഷമാപണം അംഗീകരിക്കാനാകില്ലെന്ന് IT പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി. വെറുമൊരു മാപ്പപേക്ഷയിൽ വിഷയം ഒതുങ്ങില്ലെന്നും വീഴ്ചയുടെ ഉത്തരവാദിത്തം കൃത്യമായി നിർണയിച്ച് നിയമ നടപടി സ്വീകരിക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു. സമൂഹമാധ്യമ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് BJP MP നിഷികാന്ത് ദുബെയുടെ അധ്യക്ഷതയിലുള്ള IT പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഗൂഗിൾ, മെറ്റ, യൂട്യൂബ് പ്രതിനിധികളുമായും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, IT മന്ത്രാലയ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയത്. മെറ്റ മേധാവി മാർക്ക് സക്കർബർഗ് നേരിട്ട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കമ്പനിക്ക് നൽകിയിട്ടുള്ള സേഫ് ഹാർബർ സംരക്ഷണം പിൻവലിക്കാൻ ശുപാർശ ചെയ്യുമെന്ന് കമ്മിറ്റി അധ്യക്ഷനും BJP എംപിയുമായ നിഷികാന്ത് ദുബെ മുന്നറിയിപ്പ് നൽകി. മെറ്റയുടെ മാപ്പപേക്ഷയോ ഖേദപ്രകടനമോ മാത്രം പകരമാവില്ലെന്നും വീഴ്ചയുടെ ഉത്തരവാദിത്തം കണ്ടെത്തുകയും നിയമ നടപടി സ്വീകരിക്കുകയും വേണമെന്നും സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കർശന നടപടിയുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവാക്കൾക്ക് ഉറപ്പ് നൽകുന്ന വീഡിയോയാണ് പ്ലാറ്റ്ഫോമിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടത്. സോഷ്യൽ മീഡിയ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിൽ ഗൂഗിൾ, മെറ്റ, യൂട്യൂബ് പ്രതിനിധികളെയും കേന്ദ്ര ആഭ്യന്തര IT മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും കമ്മിറ്റി വിളിച്ചു വരുത്തിയിരുന്നു. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമ ദൃശ്യങ്ങൾ, പ്ലാറ്റ്ഫോമുകളിലെ അൽഗോരിതം തുടങ്ങിയ വിഷയങ്ങളിലും മെറ്റ അധികൃതർ കടുത്ത ചോദ്യങ്ങളെയാണ് നേരിടേണ്ടി വന്നത്. പരീക്ഷാ പേപ്പർ ചോർച്ച തടയാൻ കർശന നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി യുവാക്കളെ അഭിസംബോധന ചെയ്ത വീഡിയോയാണ് ഫേസ്ബുക്ക് നീക്കം ചെയ്തത്. പുലർച്ചെ 12:30 മുതൽ 5 മണി വരെയുള്ള സമയത്തിനിടയിലാണ് വീഡിയോ പ്ലാറ്റ്ഫോമിൽ നിന്ന് അപ്രത്യക്ഷമായത്. നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള ഓട്ടോമേറ്റഡ് കണ്ടന്റ് മോഡറേഷൻ സംവിധാനത്തിനുണ്ടായ പിഴവാണ് പോസ്റ്റ് നീക്കം ചെയ്യാൻ കാരണമായതെന്നായിരുന്നു മെറ്റയുടെ വിശദീകരണം. വിവാദമായതോടെ ഉടനടി വീഡിയോ പുനഃസ്ഥാപിച്ച് മാപ്പപേക്ഷ നൽകിയിരുന്നു മെറ്റ. ജൂലൈ 23 രാത്രി മോദി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സെൽഫി വീഡിയോ 24 മണിക്കൂറിൽ 30.3 കോടി പേർ കണ്ട് റെക്കോർഡ് ഇട്ടിരുന്നു. പ്രധാനമന്ത്രിയുടെ വീഡിയോ പോലും പ്ലാറ്റ്ഫോമിൽ നിന്ന് പെട്ടെന്ന് നീക്കം ചെയ്യാൻ കഴിയുമെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരായ സോഷ്യൽ മീഡിയ ഉപയോക്താക്കളുടെ സുരക്ഷ എന്താണ്? ആക്ഷേപകരമായ മറ്റ് പല ഉള്ളടക്കങ്ങളും നീക്കം ചെയ്യാതിരുന്ന ഫേസ്ബുക്ക് ആരാണ് ഈ വീഡിയോ നീക്കം ചെയ്തതെന്ന് വ്യക്തമാക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. സംഭവത്തിൽ സാങ്കേതിക തകരാറാണ് കാരണമെന്ന് മെറ്റ വിശദീകരിക്കുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തെങ്കിലും IT മന്ത്രാലയവും പാർലമെന്ററി സമിതിയും ഈ മറുപടി തള്ളി. ചോദ്യങ്ങൾക്ക് പിന്നാലെ സമിതിക്ക് മുന്നിൽ മെറ്റ പ്രതിനിധികൾ ഖേദപ്രകടനം നടത്തി. എന്നാൽ വിശദീകരണം അപര്യാപ്തമാണെന്ന് ചൂണ്ടിക്കാട്ടി IT മന്ത്രാലയം വാദങ്ങൾ തള്ളുകയായിരുന്നു. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമ ദൃശ്യങ്ങൾ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിക്കുന്നതുമായി ബന്ധപ്പെട്ടും കടുത്ത ചോദ്യങ്ങളെയാണ് മെറ്റ അധികൃതർക്ക് നേരിടേണ്ടി വന്നിരുന്നത്. മൂന്നാം കക്ഷി പങ്കുവെക്കുന്ന വിവരങ്ങളുടെ പേരിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ നിയമ നടപടി ഉണ്ടാകാതിരിക്കാൻ ഇന്ത്യൻ നിയമം നൽകുന്ന സംരക്ഷണമാണ് സേഫ് ഹാർബർ. എന്നാൽ വീഴ്ചയുടെ അന്തിമ ഉത്തരവാദിത്തം സക്കർബർഗ് ഏറ്റെടുത്ത് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഈ സുരക്ഷാ പരിരക്ഷ മെറ്റയ്ക്ക് ഇനി ലഭിച്ചേക്കില്ലെന്ന് ദുബൈ മുന്നറിയിപ്പ് നൽകി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അൽഗോരിതം വഴി രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായിട്ടാണ് ഈ വിഷയത്തെ കാണുന്നതെന്നും നിഷികാന്ത് ദുബൈ മാധ്യമങ്ങളോട് പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്നതിനേക്കാൾ കാഴ്ചക്കാരെ പ്രകോപനപരമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന അക്കൗണ്ടുകൾക്ക് അൽഗോരിതം വഴി ലഭിക്കുന്നുണ്ടെന്ന് സമിതി ചൂണ്ടിക്കാട്ടി. കൂടാതെ കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണ വിഷയത്തിൽ 2024 ഫെബ്രുവരിയിൽ US സെനറ്റിന് മുന്നിൽ സക്കർബർഗ് മാപ്പപേക്ഷിച്ച സംഭവം യോഗത്തിൽ ചർച്ചയായി. അതേസമയം പ്രധാനമന്ത്രി മോദിയെ ലക്ഷ്യമിട്ട് AI ഉപയോഗിച്ച് വ്യാജ പോസ്റ്റുകൾ നിർമ്മിച്ച സംഭവത്തിൽ മെറ്റ ഇന്ത്യ മേധാവി അരുൺ ശ്രീനിവാസനും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾക്കെതിരെ ഹൈദരാബാദ് സൈബർ ക്രൈം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു.